പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് എന്ന വാർത്ത വരുന്നു. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികളിലാണ് സന്ദർശനം. 6 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ചൈന സന്ദർശനം എന്ന പ്രത്യേകതയുണ്ട്. അതിൽ പാലോട് ചേരുന്നു. അതിൽ ഗൽവാൻ സംഘർഷത്തിന് ശേഷം ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി ചൈനയിലേക്ക് പോകുന്നു. നയതന്ത്ര നീക്കങ്ങൾ എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ ഇതിനെ കാണണം, അല്ലേ? ഉറപ്പായും അങ്ങനെയാണ് പലതരത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നത്. പ്രധാനമന്ത്രി 6 വർഷത്തിന് ശേഷം ചൈനയിലേക്ക് പോവുകയാണ്. ഗാൽവാൻ സംഘർഷത്തിന് ശേഷമുള്ള ആദ്യ സന്ദർശനം എന്ന് നമുക്ക് പറയാം. 2019 അവസാനമായി ചൈന പ്രധാനമന്ത്രി സന്ദർശിച്ചത് എന്നുള്ളതാണ്. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 ഇങ്ങനെ 2 ദിവസങ്ങളിൽ പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുമെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ, വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും എന്നാണ് അറിയുന്നത്. ഓഗസ്റ്റ് 31 പ്രധാനമന്ത്രി ചൈനയിലെത്തും. ഒരു ദിവസം അവിടെ തങ്ങും. സെപ്റ്റംബർ 1 പരിപാടി കൂടി പങ്കെടുത്ത് തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങും എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ വന്നതായുള്ള വിവരം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഗാൽവാൻ സംഘർഷത്തിന് പിന്നാലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വലിയ തോതിൽ വിള്ളലുണ്ടാവുകയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നാലെ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിലും പഹൽഗാം ഭീകരാക്രമണത്തിലും പാകിസ്ഥാനെ ചൈന സഹായിച്ചു എന്ന രൂപത്തിലുള്ള പ്രത്യാരോപണങ്ങളും ഉണ്ടായിരുന്നു. ഏതായാലും അതിനൊക്കെ പിന്നാലെ ഇപ്പോൾ പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2024 2 വർഷം മുൻപ് ചൈനൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി ഇതിനിടെ കൂടിക്കാഴ്ച നടന്നിരുന്നു. അപ്പോഴും ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം പഴയതുപോലെ ചേർക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇതിനുകൂടി ഈ സന്ദർശനത്തിലൂടെ ഒരു നയതന്ത്ര ബന്ധം സുഗമമായി ഏതായാലും ചരിത്രപരമെന്ന് തന്നെ പറയണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം.